ദിസ് ടൈം നവംബർ 3 ഞാൻ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്കറിയാം എക്സാക്ട്ലി വാട്ട് ഐ എം ഡൂയിങ്. എല്ലാം അറിവോടും ബോധത്തോടെ സന്തോഷത്തോടെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ നവംബർ 3 ഞാൻ ഉടമ്പടി എടുത്തു. എനിക്ക് എല്ലാ ദിവസവും കാണുന്നതല്ല, എല്ലാവരും അച്ഛന്മാരെ എല്ലാവരെയും ഞാൻ കാണുന്നത്, നേരിട്ട് കാണുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ഇത്രയും ദിവസം കണ്ടുകൊണ്ടിരുന്ന വെച്ചാൽ ജോസഫ് അച്ഛനെയും സിസ്റ്ററിനെയൊക്കെ നേരിട്ട് കാണുക. അപ്പോൾ ഞാൻ ഓർത്തു, ദൈവമേ മാതാവ്, എനിക്കൊന്ന് അച്ഛനെന്നെ ഒന്ന് ബ്ലെസ് ചെയ്ത് വെച്ചെങ്കിലോ. അപ്പം ഞാൻ എൻ്റെ ഇൻ്റർവ്യൂ അപ്ലൈ ചെയ്ത ആ കാർഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഒരു ജോലി സാധ്യതയ്ക്ക് വേണ്ടിയാണ്. പക്ഷേ ഇൻ്റർവ്യൂവിൻ്റെ ഡേറ്റ്സ് വന്നിട്ടില്ല. ഐ വാസ് എക്സ്പെക്ടിങ് അറൗണ്ട് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴേ ഡേറ്റ്സ് വരും ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇൻ്റർവ്യൂ കോൾ വരുന്നത് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ സ്റ്റിൽ എനിക്ക് അച്ഛനൊന്ന് എന്നെ ബ്ലെസ് ചെയ്ത് വെച്ചെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ വന്ന് ചോദിച്ചു. എനിക്ക് ഇൻ്റർവ്യൂ വരുന്നുണ്ട്, ഗവൺമെൻറ് ജോലിയാണ്. ഈ ജോലി കിട്ടിയില്ലെങ്കിൽ പിന്നെ എനിക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടാൻ സാധ്യതയില്ല, ബിക്കോസ് എൻ്റെ പ്രായവും കഴിഞ്ഞു പോകും. എനിക്കൊന്ന് അച്ഛന് ഭാഗ്യവശാൽ എനിക്ക് അച്ഛൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി. അച്ഛൻ എന്നെ തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു, ഒരു കാശുരൂപം തന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ട്രഷറാണ് കേട്ടോ ആ കാശുരൂപം എന്ന് പറയുന്നത്. എൻ്റെ ശക്തി പറയാൻ പറ്റില്ല. എന്ന് ഞാൻ എൻ്റെ ഡ്രസ്സിൽ, എൻ്റെ മോളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ മരിക്കുമ്പോഴും എൻ്റെ ഡ്രസ്സിൽ കുത്തി വെച്ചേക്കണം എന്ന് അടക്കാൻ നേരത്ത്.